ഇതാരുടെ നമ്പറാ? ഇതാരാ എനിക്ക് അയച്ചത്? ഇതെന്റെ മനസ്സിളക്കാൻ വേണ്ടിട്ട് ആരോ ചെയ്യുന്നതാണല്ലോ. ഇതവളെ കൂടുതൽ ചിന്തിപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. ഇതിലേക്ക് ആടി ഉലയുന്ന മനസ്സ് കുറച്ചുകൂടി തീക്ഷ്ണമാവും. എന്താ ഇതൊക്കെ? കണ്ണേട്ടൻ കണ്ട കണ്ണേട്ടന് വിഷമാവും. നീ എന്തിനാണ് ബലമായിട്ട് ഡിസ്ചാർജ് വാങ്ങിയത്? മുറിവൊക്കെ കരിയുന്നതിന് മുമ്പ് ഇവിടുന്ന് പോകേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇവിടെ കിടന്നാൽ ശരിയാവില്ല അച്ഛാ. ശരീരം മൊത്തം ചതഞ്ഞിരിക്കുക. അതിനേതെങ്കിലും നല്ല ആയുർവേദ ഡോക്ടറെ കൊണ്ട് തടവിക്കണം. അതിന് പറ്റിയ നല്ല സ്ഥലമുണ്ട്, അങ്ങോട്ടാ പോകുന്ന. അതിന് ഞങ്ങൾ എന്തിനാടാ ഒഴിവാക്കുന്നേ? ഞങ്ങൾക്കും വന്നൂടെ? വേണ്ടമ്മേ, എന്റെ കൂട്ടിനാ ദേ ഇവനെ വരുത്തിയത്. അന്ന് മഹാലക്ഷ്മിയുടെ മുറിയിൽ കയറിയത് ഇവനാ. വണ്ടി എടുക്കടാ. ശ്രീമന്തിരി അതൊന്ന് തുറക്ക്. പതുക്കെ 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 പതുക്കെ. അവിടെ എത്തിയിട്ട് നീ എവിടാന്ന് വിളിച്ച് പറയൂ. അതൊക്കെ പറഞ്ഞോളാമേ. എനിക്ക് ഇവിടുത്തെ ചികിത്സ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എടാ, നല്ല ഹോസ്പിറ്റലല്ലേടാ ഇത്. ഡോക്ടർമാരൊക്കെ പേരെടുത്ത ആൾക്കാരല്ലേ. പേരേ ഉള്ളൂ വെച്ചാ, അതിനപ്പുറം വലിയ ഗുണമൊന്നുമില്ല. ഇതാകുമ്പോ 1-2 ആഴ്ച കിടന്ന് തിരുമ്മി കഴിഞ്ഞാലേ എല്ലാം ഒന്ന് സെറ്റാവും. കണ്ണനടുത്തൊന്നും പറഞ്ഞേക്ക് എന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇടാൻ. ശരി. ഇവിടെ തന്നെ കിടന്ന അവള് വീണ്ടും ഇവിടേക്ക് വരും. ഇനി വീട്ടിലേക്ക് പോകാന്ന് വെച്ചാ എന്നെ കാണാനെന്നും പറഞ്ഞ് അവിടേക്കും വരും. അതുകൊണ്ട് അജ്ഞാതവാസം തന്നെ ആശ്രയം. വിഷമിക്കണ്ടമ്മേ, ഞാൻ നല്ലതിനു വേണ്ടിയിട്ടല്ലേ പോകുന്ന. നാടൻ ചികിത്സയും നാടൻ ഭക്ഷണമാ ഇപ്പൊ എനിക്ക് ആവശ്യം. എടുക്കടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.